എല്ലാവർക്കും റൈസ് ഓൺ KTUയിലേക്ക് സ്വാഗതം. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ആണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. മൊഡ്യൂൾ നമ്പർ 1 മൂന്നാമത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, so first we will deal with the capacitor. What is meant by capacitor and how energy is stored in a capacitor. Then we will go for a inductor, energy stored in inductor. Then we will compare between the features of a network component. Network component എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിൽ ബിഹേവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ദെൻ നമുക്ക് DC ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. നമ്മളിനി KVL, KCL പോലെയുള്ളത് ഈ മൊഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് ലോയും കറണ്ട് ലോ ഒക്കെ പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറേ ടേംസ് ഉണ്ട്. അതിൻ്റെ ടെർമിനോളജീസിനെ കുറിച്ച് പറയും. അത് കൂടുതൽ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ലൈക്ക് കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കപ്പാസിറ്ററിലേക്ക് പോവാം. കപ്പാസിറ്ററിൽ ആദ്യമായിട്ട് പറയാനുള്ളത് കപ്പാസിറ്റർ എന്താണ്. കപ്പാസിറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റർ? കപ്പാസിറ്റർ ഇസ് എ പാരലൽ പ്ലേറ്റ് മെറ്റീരിയൽ വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ ആൻ ഡയലക്ട്രിക്. ഓക്കെ, അപ്പോൾ ആ ഡയലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി കൊണ്ട് രണ്ട് പാരലൽ പ്ലേറ്റ്, ലൈക്ക് ഇവിടെ B എന്ന് പറയുന്ന ഒരു പ്ലേറ്റും ഉണ്ട്, A എന്ന് പറയുന്ന ഒരു പ്ലേറ്റും ഉണ്ട്. പോസിറ്റീവ് ചാർജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന B പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, നെഗറ്റീവ് ചാർജിൽ കണക്ട് ചെയ്തിരിക്കുന്ന A നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അങ്ങനെ ഉള്ളപ്പോൾ എന്താ ഗുണം? നമുക്ക് ഇലക്ട്രിക് എനർജീനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് കപ്പാസിറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടി. സോ വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് that stores electrical energy in an electric field. ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ഡബിൾ കോട്സിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. കാരണം കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ആക്ടിവിറ്റി കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തിട്ടാണ്. കപ്പാസിറ്ററിന്റെ ബേസിക് സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. C എന്ന് പറയുന്നതാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. രണ്ട് പാരലൽ പ്ലേറ്റ് വരയ്ക്കുമ്പോൾ രണ്ടും ഈക്വൽ ലെങ്തി വരയ്ക്കുക പാരലൽ പ്ലേറ്റ്സ്, ഇല്ലെങ്കിൽ അത് എന്തായി മാറും? ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലായിട്ട് മാറും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ഓഫ് എ കപ്പാസിറ്റർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. കപ്പാസിറ്റർ ഹാസ് ദ എബിലിറ്റി or capacity to store energy in the form of an electric charge when a voltage is applied across the capacitor plates. The energy stored in capacitor is nothing but the electrical potential and is related to the voltage and the charge of the capacitor. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോ പൊട്ടൻഷ്യൽ, വോൾട്ടേജ് എന്ന് പറയുന്നതാണല്ലോ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് പ്രൊപ്പോസ്ഡ് ആണ്, അതുപോലെ ചാർജിന് പ്രൊപ്പോസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. എന്താണ്? ഫാരഡ്. സോ that is farad. Okay, the unit of capacitance is farad. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. എങ്ങനെയാണ് എനർജി സ്റ്റോർഡ്? ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ എല്ലാ തവണയും KTUവിൽ ഐദർ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ചോദിക്കുന്നതാണ്. സോ നമുക്ക് അതിലേക്ക് പോകാം. Energy, how energy and what is the amount of energy stored in a capacitor? Consider a conductor with a capacitance C. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? C എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, then it is initially uncharged. ആദ്യം നമ്മൾ ചാർജ് ഒന്നുമില്ല, നിൽ പൊസിഷൻ, അതായത് ഇപ്പോൾ ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് അക്വേഴ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് V എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇഫ് Q ഇസ് ദ ചാർജ് ഓൺ ദ പ്ലേറ്റ് അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും, ചാർജ് അക്യുമുലേറ്റ് ചെയ്യും എന്ന് പറയുന്നല്ലോ, അതാണ് Q. സോ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അപ്ലൈഡ് V. സോ Q ഈസ് ഈക്വൽ ടു CV. ഫസ്റ്റ് പോയിന്റ്, Q ഈസ് ഈക്വൽ ടു CV. ദിസ് ഈസ് equation number 1. ഇത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കയറാം. Q is equal to CV. The work done is equal to the product of potential and charge. പൊട്ടൻഷ്യലും ചാർജിന്റെയും പ്രോഡക്റ്റിന്റെ ഇക്വലന്റ് ആണ് വർക്ക്. സോ വർക്ക് ഈസ് വാട്ട്? W into Q അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിടക്കട്ടെ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. സോ W is equal to what? V into Q. If the battery delivers a small amount of charge dq, അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. dq എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് ചാർജ് ആണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് V കൊടുക്കുമ്പോൾ ഉണ്ടാവണമെങ്കിൽ
ഡി ഡബ്ല്യു എന്ന് പറയുന്നത് വി ഇൻറ്റു ഡി ക്യു ആണ്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, വി ഇൻറ്റു ക്യു. സോ ഇവിടെ ഡി ക്യു ആയതുകൊണ്ട് വി ഇൻറ്റു ഡി ക്യു. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഡി ക്യു എന്നുള്ളത് അവിടെ കിടന്നുണ്ട്. വി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫസ്റ്റ് ഇക്വേഷനിൽ എങ്ങനെയായിരുന്നു, ക്യു ഈസ് ഈക്വൽ ടു സി പി. സോ വി ഈസ് ഈക്വൽ ടു ക്യു ബൈ സി. സോ അതിനെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. വാട്ട് ഇസ് ദാറ്റ്, ഇറ്റ് ബിക്കംസ് ക്യു ബൈ സി ഇൻറ്റു ഡി ക്യു. എന്തായി, ക്യു ബൈ സി ഇൻറ്റു ഡി ക്യു. ഇനി ഇതെന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് വർക്കാണ്, ചെറിയ എമൗണ്ട് ഓഫ് ടൈം, ഇൻസ്റ്റന്റേനിയസ് ടൈമിലേക്കാണ്. ഇത് മൊത്തത്തിൽ വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വി വിൽ ഇന്റഗ്രേറ്റ് ഡി ഡബ്ല്യു. It becomes integral 0 to q v into dq, where v is equal to q by c into dq. So c is equal to q by v, or v is equal to q by c. അത് ഇടുമ്പോൾ we will get w as half q square by c. ഇത് പക്ഷേ കണ്ടുപിടിക്കാനും ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കാനും പാടാണ്. സോ q by c എന്നുള്ളതിന് പകരം v എന്നുള്ള q by c എന്നുള്ളതിന് പകരം നമ്മൾ v യിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ it becomes W is equal to half CV square. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The energy stored in a capacitor is half CV square. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ നമ്മൾ സ്ക്രിബിൾ ചെയ്യുമ്പോഴത്തേക്ക് നീ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ സ്ക്രിബിൾ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തോണ്ടാൽ മതി. സോ W is equal to half CV square. സോ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്താണ്, half CV square. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇൻഡക്ടറിലേക്ക് പോവാം. സോ ഇൻഡക്ടർ എന്ന് പറയുന്നത് അൺലൈക്ക് ദി കപ്പാസിറ്റർ ഒരു കോയിലായിരിക്കും. ആ കോയിലിന്റെ പ്രത്യേകത എന്താണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ടിന്റെ ചേഞ്ച് ഉണ്ടായിരുന്നാൽ, വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട്, അതിനെ ഇതിന്റെ പ്രോപ്പർട്ടി ഒപ്പോസ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. പ്രോപ്പർട്ടിയുടെ പേര് ഇൻഡക്റ്റൻസ്. അതിന് ഉണ്ടാകുന്ന ആ ഫിനോമിന ക്രിയേറ്റ് ചെയ്യുന്ന കമ്പോണന്റിന്റെ പേര് ഇൻഡക്ടർ. സോ കോയിൽ ആണെന്ന് പറഞ്ഞു. ആ കോയിലിന്റെ പ്രത്യേകത എന്താണ്, when there is a change in current it will oppose that change in current, then that property is called inductance. So the ability of the coil to induce EMF in itself when the current through its changes is called what, inductance. The unit of inductance is Henry. ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിലാണ് നമ്മൾ അത് പറയുന്നത്. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഹെൻറി. നേരത്തെ പറഞ്ഞ എന്താണ്, കപ്പാസിറ്റർ ഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസ് ഹെൻറി ആണ്. ഇതിന് സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. 1 ഹെൻറി ഓഫ് ഇൻഡക്റ്റൻസ് കോസസ് 1 volt to be induced when change in current is 1 ampere per second. 1 ampere per second കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ 1 വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്താൽ അതിന്റെ ഇക്വലന്റ് ഇൻഡക്റ്റൻസിന് 1 ഹെൻറി എന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്, 1 ഹെൻറി ഓഫ് ഇൻഡക്റ്റൻസ് കോസസ് 1 voltage to be induced when a current of 1 ampere per second changes. ഓക്കെ ആണല്ലോ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്ററിൽ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് അതുപോലെ ഇൻഡക്ടറിലും സ്റ്റോർ ചെയ്യും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പെൻ എടുക്കാം. എനർജി സ്റ്റോർ ഇൻ ഇൻഡക്ടർ നേരത്തെ പഠിച്ചതുമായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു കാര്യം ഓർക്കുക, നേരത്തെ നമ്മൾ വോൾട്ടേജ് പൊട്ടൻഷ്യലിലാണ്, ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തോളുക. അവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കമ്പാരിസൺ വരുമ്പോൾ അത് പറയും, എന്നാൽ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. when an electric current is flowing in an inductor, there is an energy stored in a magnetic field. ഇതാണ് ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നേ. കൺസിഡറിങ് എ പ്യുവർ ഇൻഡക്ടർ എൽ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്യുവർ ഇൻഡക്ടർ എല്ലിനെ കൺസിഡർ ചെയ്യുന്നു. അതിന് ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്ന പി എന്ന് പറയുന്ന ഐ ഇൻറ്റു വി ഇൻറ്റു ഐ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഇൻറ്റു വി എന്ന് പറയും. കറണ്ടിന്റെ വോൾട്ടേജ് ആണ് പവർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ ഇറ്റ് ബിക്കംസ് എൽ ഇൻറ്റു ഐ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഡി ഐ ബൈ ഡി ടി. എൽ ഇൻറ്റു ഐ ഡി ഐ ബൈ ഡി ടി. സോ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഈ പവറിന്റെ ഇന്റഗ്രൽ ആണ്. സോ okay, so the energy input to build to a final current I is given by integral p dt. p എന്ന് പറഞ്ഞാൽ എന്താണ്, L into I di by dt. എന്താണ്, L into I di by dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു കറണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് എൽ ഐ സ്ക്വയർ. നേരത്തെ ഹാഫ് സി വി സ്ക്വയർ ആയിരുന്നല്ലോ, ഇവിടെ അത് ഹാഫ് എൽ ഐ സ്ക്വയർ ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ. സോ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഇസ് ഹാഫ് സി വി സ്ക്വയർ, കപ്പാസിറ്റർ ഇസ് ഹാഫ് സി വി സ്ക്വയർ, ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഇസ്
half Li square. Clear? വളരെ സിമ്പിൾ ആണ്, വലിയ ഡെറിവേഷൻ ഒന്നുമല്ല, പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീരീസ് കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞാണ് വന്നത്. കപ്പാസിറ്റർ ഇൻഡക്ടർ എപ്പോഴാണ് പറഞ്ഞത്, കഴിഞ്ഞ സ്ലൈഡിലാണ്, കഴിഞ്ഞ വീഡിയോയിലാണ് ചെയ്തത് റെസിസ്റ്റൻസ്. അപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഇവിടെ 3 എണ്ണം ഉണ്ട്: റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഓക്കെ, ബേസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാം. ഇവൻ എന്ത് ചെയ്യും? കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. കപ്പാസിറ്റൻസ് പക്ഷെ അങ്ങനെയല്ല, ചേഞ്ച് ഇൻ വോൾട്ടേജ്, ചേഞ്ച് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചേഞ്ച് ഇൻ വോൾട്ടേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടായ കപ്പാസിറ്റൻസ് വേണ്ടാന്ന് പറയും. സോ കപ്പാസിറ്റൻസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഒപ്പോസിങ് ദി ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പൊ ഇൻഡക്റ്റൻസ് എന്താണ്? it opposes the change in so it opposes change in current. യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസ് ഇസ് ഓം, റെസിസ്റ്റൻസ് ഇസ് ഓം. ഇവന്റെ പേരെന്താണ്? കപ്പാസിറ്റൻസ് ഇസ് ഫാരഡ്, ഇൻഡക്റ്റൻസ് ഇസ് ഹെൻറി. ഓക്കെ ആണല്ലോ. ഇനി എനർജി, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു വന്നതിൽ വന്നില്ല, പക്ഷേ UPSC എക്സാംസിന് PSC എക്സാംസിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി ഡിസിപ്പേറ്റഡ് ഇൻ എ കപ്പാസിറ്റൻസ്. ഒരു പ്യുവർ കപ്പാസിറ്റൻസിലോ ഇൻഡക്റ്റൻസിലോ ഒരിക്കലും എന്താവില്ല? ഡിസിപ്പേഷൻ സംഭവിക്കില്ല. ആകെ റെസിസ്റ്റൻസിൽ മാത്രമേ ഡിസിപ്പേഷൻ സംഭവിക്കത്തുള്ളൂ. എന്താണ്? ഇപ്പൊ റെസിസ്റ്റൻസിൽ ഹീറ്റ് ആയിട്ട് I2RT ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. കപ്പാസിറ്റൻസിൽ എന്ത് പറ്റും? ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡക്റ്റൻസ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഇതിലൊക്കെ ഇറക്കുമ്പോൾ കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് അങ്ങ് മാച്ചോളാം. ഓക്കെ 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 ദെൻ സർക്യൂട്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം, ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇസ് ഇക്വൽ ടു I ഇൻറ്റു R, അല്ലെങ്കിൽ R ഇസ് ഇക്വൽ ടു V/I. ആറിനെ അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, ഓംസ് ലോയിൽ നിന്നാണ് കിട്ടിയല്ലേ. റെസിസ്റ്റൻസ് ഇസ് ഇക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്. അതുപോലെ കറണ്ട് C ഇൻറ്റു dV/dt ആണ് കപ്പാസിറ്റൻസ്, ഇല്ലെങ്കിൽ C ഇസ് ഇക്വൽ ടു I/dV/dt. I ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് കപ്പാസിറ്റൻസ്. സിമിലർലി ഇൻഡക്റ്റൻസ് ഇസ് V is equal to L into di/dt, or L is equal to V by rate of change of current di/dt. So ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ്, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ്. ഇവിടെ കറണ്ട് ആണ്, ഇവിടെ വോൾട്ടേജ് ആണ്. മാറിപ്പോവരുതേ. ഓക്കെ, എനർജി പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ I2RT ആണ് നമ്മുടെ പവർ ലോസ് ഉണ്ടാവുന്നത്. ഇവിടെ ഹാഫ് CV², നമ്മളിപ്പോൾ പറഞ്ഞു. ഇവിടെ ഹാഫ് Li² ആണ്. സോ ഇൻഡക്ടറിൽ ഹാഫ് Li², കപ്പാസിറ്ററിൽ ഹാഫ് CV². ഇനി ജോമെട്രിക് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കണമെന്നല്ല, സമയം കിട്ടിയാൽ നോക്കിയാൽ മതി. എന്നാലും പറയാം, R is equal to rho L by A, where rho is the specific resistance of material, L is the length of the material, and A is the area of cross section. Similarly, C is equal to epsilon A by D, L is equal to mu n square A by L. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. പിന്നെ DC റെസ്പോൺസിനോട് പറയുകയാണെങ്കിൽ, വോൾട്ടേജും കറണ്ടും എപ്പോഴും റെസിസ്റ്റൻസിൽ ഇൻ ഫേസ് ആയിരിക്കും. വോൾട്ടേജും കറണ്ടും എപ്പോഴും ഇൻ ഫേസ് ആയിരിക്കും. പക്ഷെ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി. ഇപ്പൊ ഞാനിങ്ങനെ വോൾട്ടേജ് വരയ്ക്കുകയാണേ, അപ്പോൾ ഇത് കറണ്ട് ആണേ, ഇത് വോൾട്ടേജ്, ഇത് കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ലീഡ് ബൈ ആൻ ആംഗിൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. വോൾട്ടേജ് ലീഡ് ബൈ ആൻ ആംഗിൾ, ഇത് പ്യുവർ കപ്പാസിറ്റർ ആണെങ്കിൽ 90 ഡിഗ്രി വരെ ആവാം. So something between 0 and 90 degree depending upon the capacitance. So current lead the voltage by 90 degree and current lag voltage by the 90 degree in the case of inductor. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി കോമ്പിനേഷൻസ് പറയുകയാണെങ്കിൽ റെസിസ്റ്ററും ഇൻഡക്ടറും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുക. സീരീസ് കോമ്പിനേഷനിൽ സം ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ സം കിട്ടും. അതുപോലെ ഇൻഡക്റ്റൻസും സീരീസ് കോമ്പിനേഷനിൽ സം ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് സം ചെയ്യുന്നതാണ് ഈക്വലന്റ് ഇൻഡക്റ്റൻസ്. പക്ഷേ കപ്പാസിറ്റൻസിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. കപ്പാസിറ്റൻസിൽ എന്ത് ചെയ്യും? ഇൻവേഴ്സ് ഓഫ് ദി ടോട്ടൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഈസ് ദ സം ഓഫ് ഇൻവേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/Cn എക്സെട്ര അപ് ടു 1/Cn. അത്രയും കാര്യങ്ങൾ നോക്കാം. ഇത്രയാവുമ്പോൾ നമുക്ക് ബേസിക്കലി നെറ്റ്വർക്ക് കമ്പോണൻസിന്റെ കാര്യം തീർന്നു. ഇതെല്ലാം നമ്മൾ ബേസിക് ആണ്, ഇത് നമുക്ക് ഇനി അങ്ങോട്ട് എല്ലായ്പ്പോഴും വേണ്ടുന്ന സാധനമാണ്. സോ നമ്മളൊരു അനാലിസിസിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്.
ഈ ഫിഗർ നന്നായിട്ട് നോക്കുക. ഈ ഫിഗറിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇത് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇത് V1, ദെൻ ഇത് V2 സെക്കൻഡ് വോൾട്ടേജ് സോഴ്സ്, കുറേ റെസിസ്റ്റൻസ് ഇതിൽ വെച്ചിട്ടുണ്ട്, R1, R2, R3, R5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ വേറെ എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ? ഇല്ല. ഇതിൽ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതാണ് റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ്. ഓക്കെ, ദെൻ ഇത് ക്ലോസ്ഡ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ, ക്ലോസ്ഡ് ആണ്. ഇവിടെ കറണ്ട് കറങ്ങി പോകണ്ടേ, സർക്കുലേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ കറണ്ട് എന്തായാലും ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസസ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ബ്രാഞ്ച് എന്താണ്, നോഡ് എന്താണ് പോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അടുത്തത് ബേസിക് കാര്യമാണ്, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സർക്യൂട്ട്, വാട്ട് ഈസ് മെന്റ് ബൈ എ സർക്യൂട്ട്? സർക്യൂട്ട് ഇസ് എ കണ്ടക്ടിങ് പാത്ത് through which an electric current either flows or is intended to flow is called a circuit. Okay, സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടിങ് പാത്ത് ആണ്, അവിടെ കൂടെ കറണ്ട് പോവാതിരിക്കാം. കറണ്ട് പോകുന്നതും പോവാതിരിക്കുന്നതും ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്തിലൂടെ എപ്പോഴും കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സർക്യൂട്ട് എലമെന്റ്സ് എല്ലാം കൂടെ ചേർത്തത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്താണ് ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്ടറും എല്ലാം കൂടെ ഉള്ളതാണ് നമ്മുടെ ഇലക്ട്രിക് നെറ്റ്വർക്ക്. ദെൻ അപ്പോൾ സർക്യൂട്ട് എന്താണെന്ന് കിട്ടി, ദെൻ എന്തായി, ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്താണെന്ന് കിട്ടി. ഇനി സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതാണ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഇസ് ടേംഡ് ആസ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ്. ഇനി ചില നെറ്റ്വർക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMF ഉണ്ടാവും, ചിലതിൽ EMFന്റെ സോഴ്സ് ഓഫ് EMF ഉണ്ടാവില്ല. സോഴ്സ് ഓഫ് EMF ഉള്ളതിനെ നമ്മൾ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്നും, സോഴ്സ് ഓഫ് EMF ഇല്ലാത്തതിനെ എന്ത് ചെയ്യും, passive network. So active network is a network which contains one or more sources of EMF. Passive network is one which does not contain any sources of EMF. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇനി നോഡ്, ബ്രാഞ്ച്, ലൂപ്പ്, മെഷ് വളരെ ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ഇൻ എ സർക്യൂട്ട് വെയർ 2 or more സർക്യൂട്ട് എലമെന്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഒന്നോ അതിലധികമോ എലമെന്റ്സിനെ കണക്ട് ചെയ്തേക്കുന്നതിനാണ്, കണക്ട് ചെയ്തേക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഇതാണ് നോഡ്. ദിസ് ഈസ് എ നോഡ്, ദിസ് ഈസ് എ നോഡ്, ദിസ് ഈസ് അനദർ നോഡ്. ഓക്കെ, സോ ബിയും സിയും എഫും ഇ എന്നൊക്കെ പറയുന്ന നോഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. Then branch, the part of a network which lies between two junction is called a branch. എന്താണ്? രണ്ട് ജംഗ്ഷന്റെ ഇടയിലുള്ളതിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതല്ല ബ്രാഞ്ച്. കണ്ടോ, രണ്ട് ജംഗ്ഷൻ അല്ലേ ഇവിടെ, ഈ ബിയും സി എന്ന് പറഞ്ഞ രണ്ട് ജംഗ്ഷൻ ആണ്, അതിന്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഇങ്ങോട്ടും വരാം, ബ്രാഞ്ച് ഇങ്ങോട്ടും വരാം, ബ്രാഞ്ച് ഇങ്ങോട്ടും വരാം. സോ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബിറ്റ്വീൻ ടു ജംഗ്ഷൻസ്. ദെൻ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ആണ്, ക്ലോസ്ഡ് പാത്ത് ആണ്, കുറേ കണക്റ്റഡ് ബ്രാഞ്ചസ് ചേർന്നതാണ് ലൂപ്പ്. എപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്ന രണ്ട് കാര്യമാണ് ലൂപ്പും മെഷും തിരിയാം. അപ്പൊ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞു. ഇനി മെഷ് എന്ന് പറയുന്നത് എനി പാർട്ട് വിച്ച് കണ്ടെയ്ൻസ് നോ അതർ പാർട്സ് വിത്തിൻ ഇറ്റ് ഈസ് കോൾഡ് എ മെഷ്. അപ്പോൾ ലൂപ്പിന്റെ അകത്ത് മെഷ് വരാം, മെഷിന്റെ അകത്ത് പക്ഷെ ലൂപ്പ് വരത്തില്ല. മെഷിന്റെ അകത്ത് വേറെ പാർട്സ് ഒന്നും വരത്തില്ല, മെഷിന്റെ അകത്ത് വേറെ പിന്നെ സബ് പാർട്സ് ഒന്നും വരത്തില്ല. സോ മെഷും ലൂപ്പും മാറിപ്പോകരുത്. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാർട്ടാണ്, കുറേ ബ്രാഞ്ചസ് ചേർന്നുണ്ടാവുന്നത്. ലൂപ്പിന്റെ അകത്ത് മെഷ് വരാം, പക്ഷെ മെഷിന്റെ അകത്ത് എന്ത് വരത്തില്ല? ലൂപ്പ് വരത്തില്ല. ക്ലിയർ ആണോ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കലിലെ ഒരു പോർഷൻ ആണ് കിർച്ചോഫ്സ് ലോ. ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഗുസ്താവ് റോബർട്ട് കിർച്ചോഫ്. അദ്ദേഹം രണ്ട് ബേസിക് ലോ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി പറയുന്ന സർക്യൂട്ടിലുള്ള വോൾട്ടേജസിലും സർക്യൂട്ടിലുള്ള കറണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ലോസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇൻഡിവിജ്വൽ കറണ്ട്സിനെയോ വോൾട്ടേജിനെയോ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിനെ നമ്മൾ കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്നും കിർച്ചോഫ് സെക്കൻഡ് ലോ എന്നാണ് ബേസിക്കലി പറയുന്നത്. പക്ഷെ വേറെയും പേരുകളുണ്ട്, അത് നമുക്ക് എല്ലാ പേരും വെച്ച് തന്നെ പഠിക്കാം. സോ ഇറ്റ് ഈസ് Gustav Robert Kirchhoff derived two basic laws governing networks, which describes the relationship between circuit voltages and circuit currents that must be satisfied. These laws are very helpful in determining the equivalent resistance. ഒരു കോംപ്ലക്സ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും അതുപോലെ അതിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇനി നമുക്ക് ലോയിലേക്ക് പോവാം. ഫസ്റ്റ് ലോ ഇല്ലെങ്കിൽ കറണ്ട് ലോ, ഇല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. എന്താണ് ഫസ്റ്റ് ലോ?
ഇതിന്റെ വേറൊരു പേരാണ് കറണ്ട് ലോ ഇല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലേ? ജംഗ്ഷൻ റൂൾ മാർക്ക് ചെയ്ത് പോയി. ഓക്കെ, സോ ഈ പേരുകൾ മറക്കല്ല. KTUവിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ചിലപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ കറണ്ട് ലോ എന്നായിരിക്കും ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ പോയിന്റ് ലോ എന്നായിരിക്കും ചോദിക്കുന്നത്. ലോയുടെ സ്പെല്ലിംഗ് എ ആണേ, തെറ്റിപ്പോയതാണ്. ജംഗ്ഷൻ റൂൾ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് ചോദിച്ചാലും മാറിപ്പോകാതിരിക്കാൻ എല്ലാ പേരും വെച്ചേക്കുന്ന വാട്ട് ഈസ് മെൻ ബൈ കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയാം നമുക്ക്. കിർച്ചോഫ് ലോ വളരെ സിമ്പിൾ ആണ്. ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എത്തുന്ന കറണ്ടിന്റെ ആൾജിബ്രൈക് സം 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പറയുന്നത്. എന്താണ്? ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എത്തുന്ന കറണ്ടിന്റെ ആൾജിബ്രൈക് സം, അതായത് കറണ്ട് വരുന്നുണ്ടാവാന് ഇൻകമിങ് കറണ്ട്സ് എന്ന് പറയും, കറണ്ട് പോകുന്നുണ്ടാവാന് ഔട്ട് ഗോയിങ് കറണ്ട്സ് എന്ന് പറയും. അതിലെയാണ് നമ്മൾ അതിന്റെ ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ 0 ആണ് എന്നുള്ളതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കറണ്ട് ലോ അല്ലെങ്കിൽ പോയിന്റ് ലോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കും. ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്ന കറണ്ടാണ്, അപ്പൊ പോയിന്റ് ലോ. വരുന്നത് കറണ്ട് ആണ്, സോ കറണ്ട് ലോ. അതൊരു ജംഗ്ഷനിലേക്കാണ് വരുന്നത്, സോ ജംഗ്ഷൻ റൂൾ. അങ്ങനെ പഠിച്ചാൽ മതി, അപ്പൊ തെറ്റിപ്പോകത്തില്ല. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ആൾജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇസ് 0. ഇല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദ സം ഓഫ് കറണ്ട് ഫ്ലോയിങ് ടുവാർഡ്സ് ദ ജംഗ്ഷൻ ആൻഡ് is equal to the sum of current flowing away from the junction. വരുന്ന കറണ്ട് ഈക്വൽ ടു പോകുന്ന കറണ്ട്. അപ്പോൾ ബാക്കിയൊന്നുമില്ല, അവിടെ ജംഗ്ഷനിൽ കറണ്ട് ഒന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? the sum of incoming currents is sum of outgoing currents. Sum of incoming current എന്താണ്? ഔട്ട്ഗോയിങ് കറണ്ട് ആണ്. സോ ഇത് നോക്കി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏതൊക്കെ കറണ്ട് ആണ് വരുന്നത്. ജംഗ്ഷനിലേക്ക് വരുന്നത് I4ഉം വരുന്നുണ്ട്, I1ഉം വരുന്നുണ്ട്. ബട്ട് I3യും I2 എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോവാണ്. സോ they are called ഔട്ട്ഗോയിങ് കറണ്ട്സ്. നമ്മൾ എന്താണ് അപ്പോൾ പറഞ്ഞ റൂൾ? എന്താണ് പറഞ്ഞത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻകമിങ് കറണ്ട്, സം ഓഫ് ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്. അപ്പൊ ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? I1ഉം I4ഉം. ഔട്ട്ഗോയിങ് കറണ്ട് ഏതൊക്കെയാണ്? I2ഉം I3ഉം. സോ I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I4. ഇല്ലെങ്കിൽ ഇതിന് തിരിച്ചിങ്ങനെ എഴുതാം, I2 പ്ലസ് I3. അത് മൈനസ് അല്ലേ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് I1 മൈനസ് I4 ഇസ് ഈക്വൽ ടു 0. ഓർ ആൽജിബ്രായിക് സം ഓഫ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയില്ലേ? അപ്പൊ അതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ ഇല്ലെങ്കിൽ കറണ്ട് ലോ ഇല്ലെങ്കിൽ പോയിന്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കും. ഇത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 2 പ്രോബ്ലംസ്. ഓക്കെ, കിർച്ചോഫ് സെക്കൻഡ് ലോ ഇല്ലെങ്കിൽ വോൾട്ടേജ് ലോ ഇല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അപ്പൊ സെക്കൻഡ് ലോയുടെ വേറെ പേരെന്താണ്? വോൾട്ടേജ് ലോ ഇല്ലെങ്കിൽ മെഷ് ലോ ഇല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് പറയും. ഇത് പറയുന്ന വളരെയാണ്. നമുക്കൊരു ലൂപ്പ് ഉണ്ട്, ഒരു ക്ലോസ്ഡ് മെഷ് ഉണ്ട്. ക്ലോസ്ഡ് മെഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആൾജിബ്രായിക് സം ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുന്നത്? EMF എന്ന് പറയും അല്ലേ? EMF അല്ലേ? EMF and voltage drop in a resistor is equal to 0. എന്താണ് പറയുന്നത്? ആൾജിബ്രായിക് സം ഓഫ് all electromotive forces and the voltage drop in the resistors equal to 0. അതായത് ഒരു മെഷിന്റെ അകത്തുള്ള എല്ലാ EMFന്റെയും കൂടെ സം, ആൾജിബ്രായിക് സമം എല്ലാ വോൾട്ടേജ് ഡ്രോപ്പ്, റെസിസ്റ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, അതിന്റെ സമം കൂടെ എടുത്തു കഴിഞ്ഞാൽ 0. ഇല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആൾജിബ്രായിക് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. I into R എന്ന് പറയുന്നതിന് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. I into R എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതും. ആൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ് ഇൻ എ ക്ലോസ്ഡ് മെഷ് പ്ലസ് algebraic sum of EMF is equal to what? Is equal to 0. Algebraic sum of voltage drop അല്ലെങ്കിൽ product of I and R plus algebraic sum of EMF is equal to 0. ഇതാണ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ. വോൾട്ടേജിനെ കുറിച്ച് പറയുന്നുണ്ട് വോൾട്ടേജ് ലോ, മെഷിൽ പറയുന്നുണ്ട് മെഷ് ലോ, അല്ലെങ്കിൽ ലൂപ്പിൽ പറയുന്നുണ്ട് ലൂപ്പ് റൂൾ എന്ന് പറയും. ഇതെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിന് പറയേണ്ടത്. സോ ഇതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ക്ലോസ്ഡ് ലൂപ്പിൽ ഒരു വോൾട്ടേജ് ഞാൻ ഇട്ടിട്ടുണ്ട്, വോൾട്ടേജ് V. പ്ലസിൽ നിന്ന് ഇങ്ങനെ കറണ്ട് പോകുന്നു, I ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ R1ൽ ഒരു ഡ്രോപ്പ് വന്നു, IR1. അടുത്ത R2ൽ ഒരു ഡ്രോപ്പ് വന്നു, IR2. അത് പിന്നെ തിരിച്ച്
ഇവിടെ എത്തി അല്ലേ. അപ്പോൾ ഈ രണ്ട് ഡ്രോപ്പിനെ നമ്മൾ എന്ത് പറയും? IR1 പ്ലസ് IR2. ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്? V. സോ V ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് പറയാം. ഇല്ലെങ്കിൽ V മൈനസ് IR1 പ്ലസ് IR2 ഈസ് ഈക്വൽ ടു 0. ആൽജിബ്രായിക് സം ഓഫ് EMF, ആൽജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ് സെക്കൻഡ് റൂൾ, അല്ലെങ്കിൽ വോൾട്ടേജ് ലോ, അല്ലെങ്കിൽ മെഷ് ലോ, അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഈ രണ്ട് റൂളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലാസ്റ്റ് സ്ലൈഡ് എന്ന നിലയിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാം. KVL, KCL. ഞാൻ ഇനി ഷോർട്ടിലായിരിക്കും പറയാം. KCL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് ലോ, KVL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ആൽജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് വാട്ട്? 0. ഇവിടെ എന്തായിരുന്നു? KVL എന്തായിരുന്നു? ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെഷ്, ദി ആൽജിബ്രായിക് സം ഓഫ് all electromotive forces and the voltage drops in resistors is equal to 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അല്ലെങ്കിൽ KVL വരുമ്പോൾ സിഗ്മ IR, ആൽജിബ്രായിക് സം ഓഫ് കറണ്ട്, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, ആൽജിബ്രായിക് സം ഓഫ് EMF is equal to 0. ഇനി ഈ ലോ എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡുകളിലാണ് KCL യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ലൂപ്പ് ഇല്ലെങ്കിൽ മെഷുകളിലാണ് യൂസ് ചെയ്യുന്നത്. സോ KCL സ്റ്റാൻഡ്സ് ഫോർ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ. ഇവിടെയാണെങ്കിൽ KVL സ്റ്റാൻഡ്സ് ഫോർ ലൂപ്പ് ഓർ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, ഇതിനെ പോയിന്റ് ലോ എന്ന് പറയും, KCLനെ പോയിന്റ് ലോ എന്ന് പറയും, KVLനെ മെഷ് ലോ എന്ന് പറയും, ജംഗ്ഷൻ റൂൾ എന്ന് പറയും, ഇവിടെ ലൂപ്പ് റൂൾ എന്ന് പറയും. KCL ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ. പലപ്പോഴും UPSC എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. KCL is based on law of conservation of charges. KVL is based on law of conservation of energy. വളരെ ബേസിക് ആയിട്ട്. ഇപ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ച് അതർ തന്നെ ഇലക്ട്രിക്കൽ പഠിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബേസിക് ബ്രാഞ്ചസ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ ഒരു ബേസിക് UPSC എക്സാം ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. അതെന്താണ്? നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വിട്ടിട്ട് പോയാൽ അവിടെ ഒരു 20% മാർക്ക് ഡ്രോപ്പ് ആണ്. 50% പല എക്സാമിനും ബേസിക് ബ്രാഞ്ച് നിങ്ങളുടെ കോർ ബ്രാഞ്ചും ബാക്കിയുള്ളത് ബേസിക് ബ്രാഞ്ചും ആയിരിക്കും, പ്ലസ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂസ് ചെയ്താൽ പോരാ. UPSC എക്സാം പോലെ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോസ് സേവ് ചെയ്ത് വെച്ചാൽ വീണ്ടും യൂസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഗുഡ് ബൈ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.